സോ ഹായ് ഗൈസ്, നമ്മൾ രാംനഗരയിലാണ്. ജസ്റ്റ് ഒന്ന് സൈക്ലിങ്ങിന് വേണ്ടി ഇറങ്ങിയത്. നേരെ ഒരു 5:30-6 മണിയൊക്കെ ആയി. സോ ഒരു റോഡ് കണ്ടപ്പോൾ നൈസായിട്ട് തോന്നി. പക്ഷേ അത് ഫോട്ടോസ് ഓക്കെ നല്ല രസമുണ്ട്. ലൈക്ക് ഈ ഒരു ഓറഞ്ച് കളർ ഒരു സംഭവം അവിടെ ഉണ്ട്. എനിക്ക് കാണാൻ പറ്റിയല്ല ബിക്കോസ് ഓഫ് ലൈറ്റ്. കാണാൻ പറ്റും, കാണാൻ പറ്റിയല്ല, സോറി. എനിക്ക് ബാക്ക് സൈഡിൽ കാണാൻ പറ്റും. ലൈക്ക് ദിസ്, അത് കണ്ടോ, അതുപോലെ ഒരു സംഭവമാണ്. നൈസ് സ്പേസ്, നല്ല വഴി, ട്രാഫിക് കുറവാണ്. കർണാടകയാണ്, പക്ഷേ എങ്കിലും ഔട്ട് സൈഡ് ആയതുകൊണ്ട് ഇച്ചിരി നല്ല രസമുണ്ട്. ഗൈസ്, നമ്മൾ നമ്മുടെ ലൊക്കേഷൻ വന്നു. ഈവനിങ് 6 മണി അതിൻ്റെ ഒരു ഇതുണ്ട്, നല്ല സൺസെറ്റ് വ്യൂസ് ആൻഡ് എവറിത്തിങ്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, കുറേ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഒരു റിസർവയറാണ്, അതിൻ്റെ പേര് എന്താ, കൊണവയോ എങ്ങനെയാണ്ട കറക്റ്റായിട്ട് അറിയത്തില്ല. ബട്ട് നൈസ്. ഇവളിപ്പം നോക്കിയിട്ട് പറയും എന്താ പേരെന്നുള്ളത്. ഓൺലി തിങ് വിച്ച് എനിക്കിഷ്ടമില്ലാത്തത് വേസ്റ്റ്. എവിടെ പോയാലും നമ്മളെ ഇന്ത്യക്കാരുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ലൈക്ക് എവിടെയാണെങ്കിലും വേസ്റ്റ് കൊണ്ടെടുക്കും. കൺവ സോ കൺവ റിസർവയർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ സൺറൈസാ ആണോ സൺസെറ്റ് ആണോ? ഓക്കെ, അത് രാവിലെ പറഞ്ഞു ഗൈസ്, നമ്മൾ വൈകുന്നേരം വന്നിരുന്നത്. സോ ഇറ്റ്സ് നൈസ്. നമ്മൾ പറഞ്ഞ പോലെ വേസ്റ്റാണ് മെയിൻ പ്രശ്നം. പീപ്പിൾ സ്റ്റാർട്ട് ഡംപിങ് വേസ്റ്റ്. നല്ല സ്ഥലങ്ങളൊക്കെ ഇങ്ങനെയാണ് പോകുന്നത്. ഇങ്ങനെ നല്ല സ്ഥലമാണ്. ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് ചെയ്യാം. രാംനഗര എന്ന് പറയുന്ന മെയിൻ ടൗണിൽ നിന്നൊരു 10 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. ഇച്ചിരി അകത്തേക്കാണ്. മെയിൻ റോഡാണ്, മൈസൂർ ഹൈവേ ആണ്. 14 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. സോ മൈസൂർ ഹൈവേ ആണ്, ഹൈവേയുടെ സൈഡിൽ തന്നെയല്ല. അത് കൊണ്ടിങ്ങനെ എന്നാ പറ. വരുന്ന വഴി നല്ലതാ. പിന്നൊന്നുമില്ല, വരുന്ന വഴി നല്ല. ഇപ്പോൾ വരുന്ന വഴി നല്ല ഗൈസ്. കുറച്ച് ഫോട്ടോസ് ഞാൻ ഇട്ടാ, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വേറെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇട്ട് തരാം. നല്ല, പക്ഷേ ഇപ്പോൾ വേനൽക്കാലം അതിൻ്റെ ഒരു ഡ്രൈനസ് ഉണ്ട്. ഒരു ജൂൺ ജൂലൈ ഒക്കെ വരുവാണെങ്കിൽ ഇറ്റ് വിൽ ബി നൈസ്. ദാറ്റ്സ് ഇറ്റ്.